ബാക്ക് ടു കളിയും ചിരിയും നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഡെയിലി സ്പെഷ്യൽ ആണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും വളരെ രസകരമായിട്ട് തന്നെ ഇങ്ങനെ നമ്മളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി സ്പെഷ്യൽ വീണ്ടും നമ്മളെ വിസ്മയിപ്പിക്കാൻ ആരാണ് വരുന്നത്? എന്താ പേര്? സൈനുദ്ദീൻ. എവിടെ സ്ഥലം? കൊച്ചി. എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനായിരുന്നു. കഴിഞ്ഞ വർഷം പെൻഷൻ ചിത്ര അധ്യാപകനായിരുന്നു. ആണോ? അതെ. അപ്പം ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഇപ്പോ ചോക്കിൽ കുറെ രൂപങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോക്കില് രൂപങ്ങൾ കൊത്തിയിരുന്നു. വേറെ സാധാരണ ചോക്ക് പീസിൽ? സാധാരണ ചോക്കിൽ. എങ്ങനെയത്? മൊട്ടുസൂചി വെച്ച് ചോക്കില് രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ഗാന്ധി, നെഹ്റു, മൗലാന ആസാദ്, ഇങ്ങനെ പല മാമുക്കോയ, അങ്ങനെ പല രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിവിടെ പ്രദർശിപ്പിക്കുന്നു. ചോക്ക് ഭയങ്കര വെറുതെ ജസ്റ്റ് ഒന്ന് അതിപ്പോ ഒരു 10-12 ചോക്ക് നമ്മൾ ചെയ്താൽ മാത്രമേ ശരിയായി കിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് ഒരെണ്ണം ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചോക്കിൽ ഉണ്ടാക്കിയ സാധനം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതെ. ഇത് ആരൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്താമോ? മാമുക്കോയ, ചാർലി ചാപ്ലിൻ, അമിതാഭ് ബച്ചൻ, മൻമോഹൻ സിംഗ്, എം.എഫ്. ഹുസൈൻ, സി.എച്ച്. മുഹമ്മദ് കോയ, ഇബ്രാഹിം സുലൈമാൻ സേഠ്, കാർട്ടൂൺ കഥാപാത്രം മറ്റേ കുട്ടൂസൻ, മൗലാന ആസാദ്, കൃഷ്ണൻ, ഗാന്ധി, കുഞ്ഞുണ്ണി മാഷ്, പിന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ. പിന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കഴിഞ്ഞിട്ട് അതെന്താണത്? ക്രിസ്തു, ക്രൈസ്റ്റ്. പിന്നെ ബാക്കി അത് മായാവി. മായാവി ഒരു കൊച്ചുകുട്ടി തലകുത്തി നിൽക്കുന്നു. കുന്തം കൊണ്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര അത്ഭുതം അല്ലേ? ഇത്രയും ക്ഷമ ഉള്ളൊരു മനുഷ്യൻ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്. ഇത് ഇങ്ങനെയുള്ള ശില്പങ്ങള് എന്തെങ്കിലും മറ്റുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ചെയ്യാൻ പറ്റില്ലേ? പറ്റൂലേ? വളരെ എളുപ്പമായിട്ട് പറ്റൂലേ? പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വലിയ ചോക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. എനിക്കൊരു സന്തോഷം, എന്നെ പോലത്തെ ഫിഗറുള്ള ഒരാളെ ഇവർ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര വലിയ ചോക്ക് ഉണ്ടാവണ്ടേ വണ്ണത്തില്? ചോക്കല്ല, ചോക്ക് പെട്ടി വേണം. ചോക്ക് പെട്ടിയുടെ അകത്ത് കൊത്തണ്ടി ചോക്ക് ഒരുമിച്ച് കെട്ടിയിട്ട്. ഓക്കെ, വളരെ അത്ഭുതകരമായിട്ടുള്ള ഈ കലാകാരനെ നമുക്ക് ഹൃദയം തുറന്ന് അഭിനന്ദിക്കാം. ഈ ഒരു ഉപഹാരം ഇതിന്റെ ഒരു പ്രതീകം, ഞങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് മാത്രം കരുതുക. താങ്കളെപ്പോലുള്ള വലിയൊരു കലാകാരൻ, കലയുടെ നിറകുടമായി മാറിയ ഒരു പ്രതിഭയ്ക്ക് ഞങ്ങൾ നൽകുന്ന ഒരു സ്നേഹോപഹാരം.